വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങളെ ആവശ്യത്തിലഴ്ത്തിക്കൊണ്ട് സഭാ ചരിത്രത്തിലെ 267ാമത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസിന്റെ മന്ദിര കവാടത്തിൽ ഇന്ത്യൻ സമയം രാത്രി 9:41 പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചരിത്രം വഴിമാറുകയായിരുന്നു. ആദ്യമായി ഒരു അഗസ്റ്റീനിയൻ സന്യാസി, അതിലുപരി ആദ്യമായി ഒരു അമേരിക്കക്കാരൻ കത്തോലിക്ക സഭയുടെ അമരക്കാരനായി എത്തുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു മാർപ്പാപ്പ ആകാൻ ആഗ്രഹമുണ്ട് എന്ന് അതിശയോക്തി പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അമേരിക്ക എന്ന ലോക പോലീസിനെ സമാധാനത്തിന്റെ വഴിയിൽ നടത്തുവാൻ കൂടി ദൈവം തിരഞ്ഞെടുത്ത ദാസൻ എന്ന് വിളിക്കാം ലൂയി 14 എന്ന് പേര് സ്വീകരിച്ച് മാർപ്പാപ്പ ആയ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവേശിനെ. 67കാരനായ പുതിയ പാപ്പായുടെ ജീവിത വഴികൾ അറിയാം, ദർശനങ്ങൾ അറിയാം പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. 1955 സെപ്റ്റംബർ 14 അമേരിക്കയിലെ ചിക്കാഗോയിൽ ഭൂജാതനായ അദ്ദേഹം 1982 തന്റെ 27ാമത്തെ വയസ്സിൽ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ സന്യാസ പൗരോഹിത്യം സ്വീകരിച്ചു. ലൂയിസ് മാർട്ടിൻ, ജോൺ ജോസഫ് എന്നീ 2 സഹോദരന്മാർ. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തോട് വിട പറഞ്ഞുകൊണ്ട് ആടുകളുടെ മണമുള്ള ഈ ഇടയൻ പിന്നീട് പെറുവിന്റെ മണ്ണിൽ അജപാലന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചത് 2 പതിറ്റാണ്ടുകൾ. 2014 പെറുവിലെ ചിക്കളായോ രൂപതയിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. പെറു ബിഷപ്പ് കൌൺസിലിലെ വൈസ് പ്രസിഡന്റായും ബിഷപ്പ് കൌൺസിലിലെ സ്ഥിരാംഗമായും സമാന്തര സേവനം. ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരിയായ പാപ്പയ്ക്ക് റോമയിലെ സെന്റ് അക്വിനാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ബിരുദം. അഗസ്റ്റീനിയൻ സഭയിൽ ഒരു ആശ്രമശ്രേഷ്ഠന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും എന്ന വിഷയത്തിലായിരുന്നു ഗവേഷണം. ഇംഗ്ലീഷ്, സ്പാനിഷ്, ലാറ്റിൻ തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം. 2023 കർദിനാളായി ഉയർത്തപ്പെട്ടു. കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മെത്രാൻമാരെ നിയമിക്കുന്നതിനുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ അമരക്കാരനായി തുടരവെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക്. ഭാരതീയർക്ക് അഭിമാനിക്കാം. അഗസ്റ്റീനിയൻ സഭയുടെ ജനറലായിരുന്ന കാലഘട്ടത്തിൽ കൊച്ചിയിലും ആലുവായിലും പിന്നീട് കർദിനാളായിരിക്കുമ്പോൾ ഒരു പട്ടം കൊടുക്കൽ ശുശ്രൂഷയ്ക്കായി ഭാരതത്തിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് പുതിയ പാപ്പ. പുതിയ പാപ്പയുടെ ദർശനങ്ങൾ. വിശുദ്ധ അഗസ്റ്റിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആടുകളുടെ മണമുള്ള ഇടയൻ. സെലിബ്രിറ്റി പരിവേഷം അധികം ഉണ്ടാകാൻ ഇടയില്ലാത്ത പാപ്പ. മുമ്പേ കടന്നുപോയ പാപ്പാവമാരോട് സമരസപ്പെട്ടു പോകുന്ന പാപ്പ. പല വിഷയങ്ങളിലും ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകാരൻ. സ്ത്രീ പൗരോഹിത്യം, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളിൽ സഭയുടെ പരമ്പരാഗത നിലപാടുകളോട് വിധേയത്വം. ആധുനിക കാലഘട്ടത്തോട് കലഹിക്കാൻ താല്പര്യമില്ലാത്ത, സുവിശേഷം എല്ലാ കാലത്തും പ്രസക്തം എന്ന് വിശ്വസിക്കുന്ന പാപ്പ. വീണുപോയവരുടെ തിരിച്ചുവരവിനായി ക്ഷമാപൂർവം കാത്തിരിക്കുന്നയാൾ. അഗാധമായ ദൈവശാസ്ത്ര പരിവേഷം ഇല്ലാത്ത, കറയില്ലാത്ത മിഷണറി. 2 സഹസ്രാബ്ദങ്ങളായി സഭ തുടരുന്ന പാരമ്പര്യങ്ങളോട് സമരസപ്പെട്ട് ഈ പാപ്പ നമ്മെ നയിക്കട്ടെ. നന്ദി.